കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് CNG വണ്ണിൻ്റെ സിലിണ്ടർ കാലിബ്രേഷൻ ചെയ്യുന്ന സ്ഥലത്താണ് കേട്ടോ. സിലിണ്ടർ റീസെറ്റിംഗ് ചെയ്യുന്ന സ്ഥലത്താണ്. ഇത് വൈദ്യനങ്ങാടി സ്കൂൾ കഴിഞ്ഞ് കുറച്ചുകൂടി മുമ്പോട്ട് പോയ വലത്തെ സൈഡാണ് കേട്ടോ ഇതിൻ്റെ ലൊക്കേഷൻ കറക്റ്റ്. 3 വർഷത്തിലൊരിക്കലാണ് ഇത് സിലിണ്ടർ കാലിബ്രേഷൻ ചെയ്യുന്നത്. ഞാൻ 5-6 മാസം മുമ്പ് ബുക്ക് ചെയ്തിട്ട് എനിക്ക് ഇന്നാണ് ഡേറ്റ് കിട്ടിയത്. കുറേ ലോകത്ത് നിന്ന് വന്ന ആൾക്കാരുണ്ട് കേട്ടോ. അടിവാരത്തു നിന്ന് വന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇത് ഒരു അടിവാരത്തു നിന്ന് വന്നതാണ്. അവരുടെ പേര് സജി എന്നാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങത്തിൽ ലേറ്റ് ആയി പോയി. 7:30 കഴിഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇവിടെ എത്തുമ്പോൾ ഒരു 8:15 8:30 അടുത്തായിട്ടുണ്ട്. ഇവിടെ 9 മണിക്കാണ് ഓപ്പൺ. ആരും വന്നില്ല. ഞങ്ങൾ കുറച്ച് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാൻ അതിന് മുമ്പ് അവിടെ പോയി കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ആദ്യമായിട്ട് അവിടേക്ക് വരുന്നത്. അതിന് മുമ്പ് കൂടെ 2-3 ട്രിപ്പൊക്കെ പോയിട്ടുണ്ട് ഞാൻ കുറേ മുമ്പേ. ആദ്യമായിട്ടാണ് ഇതിനുള്ളിലോട്ട് കിടക്കുന്നത്, ഈ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലോട്ട് കിടക്കുന്നത്. എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. എൻ്റെ വണ്ടിക്ക് 2500 റുപ്യ എന്നൊക്കെയാണ് പറഞ്ഞത്. CNGൻ്റെ സിംഗിൾ ടാങ്കാണ്. മറ്റേ വണ്ടിക്ക് 3000 എത്രയെന്നാണ് പറഞ്ഞത്. കറക്റ്റ് എനിക്കറിയില്ല. അവർ വന്നാലേ അറിയുള്ളൂ. അവർ വരുന്നതിന് മുമ്പ് അവിടുത്തെ വീഡിയോസൊക്കെ ഒന്ന് എടുക്കാൻ വിചാരിച്ചെടുത്താണ് കേട്ടോ. അവിടെ നിന്ന് നമ്മളെ സിലിണ്ടറിലുള്ള ഗ്യാസൊക്കെ ഒഴിവാക്കുന്ന സ്ഥലമാണ് അവിടെ. അവിടെ കൊണ്ടുപോയിട്ടോ ഗ്യാസൊക്കെ ഒഴിവാക്കുക. അവിടെ അലൗഡല്ല അങ്ങോട്ട് ക്യാമറ കൊണ്ടുപോകണത്. അവിടെ ആരില്ലാത്തപ്പോൾ ഒന്ന് പോയി വീഡിയോ എടുത്തതാണ്. അവിടേക്ക് നോ എൻട്രിയാണ്. അപ്പോൾ അവർ വരുന്നതിൻ്റെ മുമ്പ് ഒന്ന് ചുമ്മാ ഒന്ന് വീഡിയോ എടുത്താണ്. ആരുമില്ലല്ലോ വിചാരിച്ചിട്ട് പോയി എടുത്തതാണ്. ഗെയ്സ്, സൂപ്പർ സ്ഥലമാണ് കേട്ടോ. അടിപൊളി സ്ഥലമാണ്. നല്ല സൂപ്പർ സ്ഥലമാണ് കേട്ടോ. ഒരു കുന്നിൻ്റെ മേലെയാണ് ഇട്ടത്. ഇങ്ങനെ രാവിലെ ചായ മാത്രം കുടിച്ചിട്ടാണ് വന്നത്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് പോയി ചായ കുടിക്കണമൊക്കെ വിചാരിക്കുന്നുണ്ട്. എന്താ പാടൊന്നും അറിയില്ല, എപ്പോഴാണ് എത്താമെന്നും അറിയില്ല. ഇത് നമ്മുടെ മുമ്പിലുള്ള വണ്ടിയാണ് കേട്ടോ. അവർ അടിവാരത്തുനിന്ന് വരാണ്. ഇതാണ് നമ്മളെ സജി. അന്ന് പരിചയപ്പെട്ട നമ്മളെ ചങ്കളാണ് കേട്ടോ. ഇത് സജിയാണ്, ഇത് റിജി. രണ്ടുപേരും അടിവാരാണ്. അവിടെ രാവിലെ നേരത്തെ എത്തിയിട്ടുണ്ട്. അവരെ വണ്ടീൻ്റെ ബാക്കിൽ എൻ്റെ വണ്ടി. അപ്പോൾ ഞാൻ എൻ്റെ ചാനലിനെ പറ്റിയൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്, വീഡിയോ കാണാനൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ കാലിബ്രേഷൻ്റെ സ്ഥലം നമ്മളെ കേരളത്തിൽ 2 സ്ഥലത്താണ് തോന്നുന്നുണ്ട്. ഒന്ന് ഇപ്പം നമ്മൾ കണ്ട സ്ഥലമാണ് കേട്ടോ, വൈദ്യനങ്ങാടി. ഒന്ന് എറണാകുളത്താണ്. എറണാകുളത്ത് പിന്നെ ബുക്കിംഗ് ഒന്നുമില്ല. രാവിലെ പോയാൽ വൈകുന്നേരം വരാമെന്നൊക്കെയാണ് പറഞ്ഞത്. അന്ന് തന്നെ പോയി അന്ന് തന്നെ കാലിബ്രേഷൻ ചെയ്ത് റെഡിയാക്കി വരാമെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കറക്റ്റ് എനിക്കറിയില്ല എവിടെയാണ് സ്ഥലം എന്ന്. ഇത് ഞാൻ കഴിഞ്ഞ ഫെബ്രുവരിയിലിട്ടം ബുക്ക് ചെയ്തതാണ്. എനിക്ക് കിട്ടിയ ഡേറ്റ് ഓഗസ്റ്റ് 11-നാണ്. എൻ്റെ വണ്ടി ഓഗസ്റ്റ് 11-ന് കേട്ടോ. 3 കൊല്ലം ആവണത്. ഇപ്പം ബുക്ക് ചെയ്താൽ അടുത്ത കൊല്ലം മാർച്ചിലേക്ക് ഇട്ടാണ് പറഞ്ഞത് ഡേറ്റ്. അത്രയും ബുക്കിംഗ് ആയിട്ടുണ്ട്. ഒരു ദിവസം 20 വണ്ടിയാണ് ഇവിടെ നോക്കണത്. ഫുൾ ഹിന്ദിക്കാരാണ് കേട്ടോ വർക്ക് ചെയ്യണതൊക്കെ. കൂട്ടുകാരെ, എങ്ങനെ എൻ്റെ വണ്ടീൻ്റെ സിലിണ്ടർ ഊരി കൊണ്ടുപോയി കേട്ടോ. അപ്പോൾ അവിടെ എല്ലാവരും സിലിണ്ടർ ഊരി കൊണ്ടുപോയിരിക്കുക. അവരെ വണ്ടീൻ്റെ സിലിണ്ടർ വെച്ച ഭാഗം ക്ലീൻ ആക്കണം കണ്ടപ്പോൾ ഞാൻ എൻ്റെ വണ്ടീൻ്റെ സിലിണ്ടർ വെച്ച ഭാഗം ക്ലീൻ ചെയ്യാൻ കേട്ടോ. കാരണം 3 വർഷത്തിലൊരിക്കലാണ് ഇത് തുറന്ന് കാണുന്നത്. ഇതിനുള്ളിൽ നമുക്ക് ക്ലീൻ ചെയ്യാനൊന്നും കഴിയാറില്ല. അതൊരു മൂടി വെച്ചിട്ട് ക്ലോസ് ചെയ്ത് വെക്കണ സ്ഥലമാണ് കേട്ടോ. ലോക്ക് ചെയ്ത് വെക്കണ സിലിണ്ടർ ഉള്ളതുകൊണ്ട് അവിടെ നിന്ന് ക്ലീൻ ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ അത് ക്ലീൻ ചെയ്യണം. എല്ലാവരും അവിടെ വെള്ളമൊക്കെ എടുത്ത് സോപ്പും പൊടിയൊക്കെ എടുത്ത് കഴുകുന്നുണ്ട്. ഞാനൊരു തുണി എടുത്ത് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ, എന്നാൽ സിലിണ്ടർ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗമൊന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ഞാൻ ക്ലീൻ ചെയ്യാണ് കേട്ടോ. എല്ലാവരും ക്ലീൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്നെക്കൊണ്ട് കഴിയണ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി പോയി ചായ കുടിക്കണം.
ഹായ് കൂട്ടുകാരെ, അങ്ങനെ ചായ കുടിച്ച് വന്ന് കുറേ നേരം ഇരുന്ന് പിന്നെയും പോയി ചോറ് കഴിച്ച് വന്ന് 1:30 ആകുമ്പം അവിടെ ഒരു കൃഷ്ണാട്ടൻ്റെ ചായപ്പൊടി ഉണ്ട്. അടിപൊളി ഫുഡാണ്, സൂപ്പറാണ്. അങ്ങനെ ഇവിടെ വന്ന് സിലിണ്ടർ കിട്ടാനായി തോന്നുന്നുണ്ട്. അവർ വന്നിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അങ്ങനെ സിലിണ്ടർ വന്നിട്ടുണ്ട് കേട്ടോ. സിലിണ്ടർ വന്ന് ഫിറ്റ് ചെയ്യാൻ പോവാണ് ഗെയ്സ്. ഇവർക്ക് പണി പെട്ടെന്ന് അറിയാവുന്നുണ്ട്. ഇവർക്ക് പണി പെട്ടെന്ന് അറിയാവുന്നുണ്ട്. ഒരു അപ്രന്റീസാണ്. ഒരു രണ്ടാളും കൊണ്ട് ഭയങ്കര ഇതാണെന്നുണ്ട്. അങ്ങനെ കൂട്ടുകാരെ സിലിണ്ടറൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടോ. ഇനി അടുത്ത സിലിണ്ടറിൻ്റെ കാലിബ്രേഷൻ്റെ ഡേറ്റ് 2028 ഓഗസ്റ്റ് 11 കേട്ടോ. അതിൻ്റെ ഇത് അടിക്കാൻ പോവാണ്. പഴയതെടുത്ത് ഒഴിവാക്കിയിട്ട് അടിക്കാൻ പോവാണ്. അടിക്കണ പരിപാടിയും കഴിഞ്ഞിട്ടോ. പുതിയത് വെക്കാൻ പോവാണ്. എൻ്റെ വണ്ടി മാക്സിമം സഡ് ഒറ്റ സിലിണ്ടറാണ് കേട്ടോ. എനിക്ക് 2300 കാലിബ്രേഷൻ റേറ്റ് ആയത്. മറ്റേ വണ്ടിക്ക് 3500 തോന്നുന്നുണ്ട്. കറക്റ്റ് എനിക്കറിയില്ല. അങ്ങനെ അവിടുന്ന് അവർ പറഞ്ഞിട്ടുണ്ട് നേരെ പോയിട്ട് CNG ഫുൾ ടാങ്ക് അടിക്കുക, ലീക്ക് ഉണ്ടോ നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പാറമലയുള്ള പെട്രോൾ പമ്പിൽ വന്ന് അവിടെ CNG അടിക്കാൻ പോവുകയാണ്. ഇവിടെ വന്നപ്പോൾ CNG പഴയ ലോഡ് മാറ്റി പുതിയ ലോഡ് ഫിറ്റ് ചെയ്യണ തിരക്കിലേനി. കുറച്ച് നേരം അവിടെ നിൽക്കേണ്ടി വന്ന്. എന്നാലും അത്യാവശ്യം പ്രഷർ ഉണ്ട് കേട്ടോ. 210 പ്രഷർ ഉണ്ടായി. അങ്ങനെ ഞങ്ങൾ പുതിയ ലോഡിൽ വന്ന് അതിൽ അടിക്കുകയാണ്. അങ്ങനെ അവിടെ നിന്ന് ലീക്ക് ഉണ്ടോ നോക്കാൻ വേണ്ടി അവിടെ സോപ്പ് വെള്ളം ഉണ്ടായി കുറച്ച്, അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കി. അങ്ങനെ ലീക്കൊന്നും ഇല്ല എന്നിട്ട് നേരെ വീട്ടിലേക്ക് പോവാണ് ഗെയ്സ്. അപ്പോൾ ഇത്രയൊക്കെയുള്ള പരിപാടി കിട്ടും. അന്നത്തെ ദിവസമായിട്ട് പോയി കിട്ടി. രാവിലെ പോയിട്ട് വൈകുന്നേരം അതിൻ്റെ വീട്ടിലെത്തുമ്പോൾ ഓക്കെ. എല്ലാവർക്കും ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.